ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ വെൽക്കം പറയണത് അത്ര മൂടി ശരിയല്ലാത്തോണ്ടാ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാണ്. രാവിലെ വെൽക്കം ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങള് അതെ 2 ദിവസമായിട്ട് ഇങ്ങനെ കിളിക്കത്തിന് ചെയ്തല്ല ചകട 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 ചകടയായിട്ട് എടുക്കുക. എനിക്കറിയില്ല എന്താണ് ഇവിടെ ശകട പിടിച്ചേക്കണത്, എനിക്കറിയില്ല. ഞാൻ പിന്നെ അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ടാക്കാറുണ്ട്. ചായ പിടിച്ചിട്ട് ഞങ്ങളിവിടെ വില്ലേജിരിക്കുന്നു കേട്ടോ. അപ്പൊ കറണ്ട് ഇല്ല, അപ്പൊ ഇവിടെ വെയിറ്റിങ്ങിലാണ്. സൊസൈറ്റി വില്ലേജ് സൊസൈറ്റി നടക്കുക ചെയ്യണം. ഇനി എങ്ങട്ടാ എങ്ങട്ടാന്ന് വെള്ളം കുപ്പി കാശാവട്ടെ, കാശ് വന്നിട്ട് ശരിയാക്കിയാ നമ്മള് അല്ല മേടിച്ചതാ. ഒരു വെയിറ്റ് നമ്മടെ കാശ് 24 കയറല്ലോ, കുറച്ച് ദിവസമല്ലോ. 1 2 3 4 ഓക്കെ. അടിപൊളി വെള്ളം കുപ്പി മേടിച്ചാട്ടോ മോനെ. ഓക്കെ, പിന്നെ സൈക്കിളും, പിന്നെ മോൻ്റെ ഉള്ള സൈക്കിൾ ശരിയാക്കാനും കൊടുക്കണം. അത് രണ്ട് നമുക്ക് കണ്ടപ്പൻ്റെ കണ്ടു വെച്ചിട്ട് ആ പുതിയത് മേടിക്കാം. അതും ശരിയാക്കി വെച്ചൂടാ പഴയത്. അതന്നെ രണ്ടും എടുത്ത് കളിക്കല്ലോ, പഴയതല്ലേ നോക്കിയ. അങ്ങനെ സൊസൈറ്റി കേട്ടാ, സൊസൈറ്റി വില്ലേജ് വന്നിട്ട് ഇപ്പൊ വില്ലേജിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ വാസേന്റെ ചായക്കട ഉണ്ട്. അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചത്. പഴംപൊരിയില്ല, പത്തി കണ്ടു അവിടെ. പരിപ്പൊടി കുടിക്ക് പരിപ്പാടാ. ഇനി ആരും കഴിക്കില്ല. അങ്ങനെ ഞാൻ പത്തിരി എടുക്കാം, എണ്ണ മെഴുക്കില്ല. ഈ നേരം ആകുമ്പോഴേക്കും ജസ്റ്റ് ഒന്നൊരു ഇതാവും. രാവിലെ ഉണ്ടാക്കി വെക്കണല്ലേ. നമ്മളൊരു ചെറിയ സന്തോഷമാണ്. 10 രൂപയുടെ ചായ 10 രൂപ കടി മേടിച്ച് വെച്ചാൽ ഹാപ്പി. വീട്ടിൽ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞു, ഊണ് കഴിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോയത് കേട്ടോ. ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് കളഞ്ഞു. ഇനി പുസ്തകം പൊതുവെ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്. ചായ കൊടുത്ത് വെച്ചു. അച്ഛൻ നാട്ടാ മഴ പെയ്യണ്ടാ. മഴക്കാലമായിട്ടോ നമ്മുടെ നാട്ടില്, മഴക്കാലമായി. മധുരമില്ലാത്ത ചായ ഞാൻ പറയണെന്ന് വെച്ചാൽ കുറച്ച് മധുരത്തില് ചായ കുടിക്കാൻ ആഗ്രഹം തോന്നുന്നു. മധുരമില്ല. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ മധുരമുള്ള ചായ കുടിക്കാനൊക്കെ നടന്നോട്ടാ. ആർക്ക് വേണ്ടിട്ട് ജീവിക്കണം. ചായക്ക് മഴക്കാലമായിട്ടാ. ആദ്യമൊക്കെ സ്കൂൾ തുറന്നാലും ഇങ്ങനെ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സ്കൂൾ തുറക്കാറാകുമ്പോഴേക്കും മഴക്കാലത്തിൻ്റെ അന്തരീക്ഷമൊക്കെയാണ്. അത് നമ്മളിതേ പുട്ടിലേക്കുള്ള ചെറുപ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചെറുപ്പയറും സബോളയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മളിത് ആദ്യം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇഞ്ചി ഇടാട്ടെ. എനിക്ക് ഇഞ്ചി അത്ര ഇഷ്ടമില്ലാത്തതിനും ഇഞ്ചി ഇട്ടില്ല. അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് ചോറിലേക്കും പുട്ടിനും ദോശയ്ക്കൊക്കെ കൂടി ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ ടേസ്റ്റായിട്ട് ഈ ഒരു കറി. പിന്നെ നമ്മൾ കുറച്ച് കുത്തിയമുളക്, അതൊക്കെ എരിവ് നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. പക്ഷേ ഏറ്റവും ടേസ്റ്റ് പുട്ടിൻ്റെ കൂടെ കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടാണ്. അതൊക്കെ ഒന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് ഒരു തക്കാളി കുഞ്ഞിതാക്കി അരിഞ്ഞത് അതും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ.
കുഞ്ഞിതാക്കി കഴിഞ്ഞ് തക്കാളി ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്തെങ്കിലും നന്നായി കൊണ്ട് മൂത്ത് എന്നോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച് ചെറുപയർ കേട്ടോ. ചെറുപയറിൽ സബോളയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ കേട്ടോ. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി ആ തക്കാളിയും ചെറുപയറൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അടിപൊളി ഒരു ടേസ്റ്റുള്ള ചെറുപയർ കറി കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ കൂടെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പുട്ടിലേക്ക് ചോറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുപയർ കറി കേട്ടോ ഇത്. പിന്നെ നമ്മളിന്ന് ഉച്ചത്തേക്ക് ഉണ്ടാക്കുന്നത് എലിശ്ശേരിയാണ് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ പറയാമെന്നറിയില്ല. പയറും മത്തങ്ങയും എലിശ്ശേരിയാണ് കേട്ടോ. അങ്ങനെ പയർ മത്തങ്ങ, അതായത് പയർ ഞാൻ കുതിർത്തിയത് കേട്ടോ. തലേദിവസം വെള്ളത്തിൽ കുതിർത്തി പയർ 2 വിസിലടിച്ച് അതും മത്തങ്ങയും കൂടിയിട്ട് 3 വിസിലടിച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കറിവേപ്പില, ശർക്കര. ഇതാണ് കേട്ടോ, ഒരു അച്ച് ശർക്കരയാണ് കേട്ടോ. അത് ശർക്കര വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. ഇവിടെ എല്ലാവർക്കും ശർക്കര ഇട്ട എരിശ്ശേരിയാണ് ഇഷ്ടം. അങ്ങനെ നമ്മളതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് നേന്ത്രക്കായും പയറും കൂടിയിട്ട് എരിശ്ശേരി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മത്തങ്ങയേക്കാളും എനിക്കിഷ്ടം നേന്ത്രക്കായും പയറും കൂടിയിട്ടുള്ള എരിശ്ശേരി കേട്ടോ. അങ്ങനെ നമ്മളിത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. മത്തങ്ങ ഒരു 5-8 കഷ്ണം നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ചാറിന് ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. കറിവേപ്പില ഇപ്പോഴാട്ടോ, കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്ത് തിളച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ട് ഇപ്പുറത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോ കഷ്ണം എണ്ണത്തിന് മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഒരു മുറി നാളികേരം, ഒരു ടീസ്പൂൺ ജീരകം കേട്ടോ. അത് 2 പ്രാവശ്യം എണ്ണത് കുഞ്ഞ് ടീസ്പൂൺ ഞാൻ കേട്ടോ. പിന്നെ ഒരു 4-5 ചുവന്നുള്ളി ഇട്ട്, ചെറുള്ളിയില്ലേ ചുവന്നുള്ളി ഇട്ടു. ഇനി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അരച്ച് നമ്മുടെ എലിശ്ശേരിയിലേക്കുള്ള അരപ്പാണ് ഇട്ടത്. ജീരകവും ചുവന്നുള്ളി മാത്രമേ ഞാൻ ഇടണുള്ളൂ കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിൽ വെളുത്തുള്ളിയും ജീരകമായിട്ടാണ് ഇടുക, ചുവന്നുള്ളിയല്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ചുവന്നുള്ളിയും ജീരകം, നല്ല ജീരകമാണ് കേട്ടോ, അതാണ് ഇടുക കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ ആ ടേസ്റ്റാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇടുന്നവർക്ക് വെളുത്തുള്ളി ഇടാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ചുവന്നുള്ളി ഇട്ട് ഉണ്ടാക്കണതാണ് കൂടുതലിഷ്ടം. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ച് നമ്മുടെ കറിയൊക്കെ ഉപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് കറക്റ്റ് നോക്കുക. നോക്കിയപ്പോൾ എല്ലാതും ഉണ്ട് കേട്ടോ. ഉപ്പും മധുരവും എല്ലാതും ടേസ്റ്റ് നോക്കിയപ്പോൾ ഒക്കെ ഓക്കെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കാച്ചി കൊട്ടാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കാച്ചണത് അത് തിളച്ചപ്പോൾ ഇറക്കി വെച്ചു. പിന്നെ ചീഞ്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ വെച്ചു, കടുക് ഇട്ടു, വറ്റൽ മുളകും കറിവേപ്പില ഇട്ടു, ഒരു പിടി നാളികേരം ഇട്ട് കൊടുത്തു കേട്ടോ. വലിയൊരു കൈപ്പിടി നാളികേരം ഇട്ട് കൊടുത്തു. ഇനി അതൊരു ബ്രൗൺ കളറാവണേക്ക് നമുക്കൊന്ന് വറുത്ത് കോരാം കേട്ടോ. അതാണ് കേട്ടോ നമ്മുടെ ഈ എലിശ്ശേരിയുടെ വറവ്. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാവില്ല എലിശ്ശേരി ഉണ്ടാക്കേണ്ടവയ്ക്ക് അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ വീടിന് പുറമെ അങ്ങനെ എലിശ്ശേരി കഴിച്ചതായിട്ട് ഓർമ്മയിലില്ല. അമ്മ ഇങ്ങനെയാണ് കേട്ടോ എലിശ്ശേരി ഉണ്ടാക്കുക, എൻ്റെ അമ്മ. അതുപോലെയാണ് ഞാനും ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് ബ്രൗൺ കളറായപ്പോൾ നമ്മളത് അങ്ങോട്ട് തട്ടി കൊടുത്തു കേട്ടോ. കണ്ടോ, ഓക്കെ. അങ്ങനെ നമ്മൾ ഉച്ചത്തേക്കുള്ള എരിശ്ശേരി റെഡി ആയിട്ട്. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ എന്നിട്ട് കുറച്ച് നേരത്തെ എണിച്ചിട്ടു. അങ്ങനെ ഞങ്ങൾക്കൊരു 9 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ ഉച്ചത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ പണിയുള്ളൂ രാവിലെ നേരത്തോടു കൂടി കഴിഞ്ഞു കേട്ടോ. ചേട്ടനും കൂടിയുള്ള കാരണം എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഒരു 5 മണി കഴിയണം വീട്ടിലെല്ലാം പണിയും കഴിഞ്ഞ് ചോറുണ്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ. ഇപ്പോൾ കാര്യം എന്ത് പറഞ്ഞാലും രാവിലത്തോടു കൂടിയിട്ട് ഞങ്ങളുടെ എല്ലാ പണികളും കഴിയും കേട്ടോ. വീണ്ടും അടിച്ച് തുടക്കലും ആൾക്കാർ കുറഞ്ഞപ്പോഴാണ് എന്താണ് ഞങ്ങളുടെ പണികൾ രാവിലെ തന്നെ കഴിയും. പിന്നെ നമ്മൾ ചെമ്മീൻ കഴുകി, ചെമ്മീനും വറ്റൽമുളകും കഴുകി അരിപ്പേരു വെള്ളം വാര വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ കുണുക്കിന് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചെമ്മീൻ ചമ്മന്തി. അതെന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി അവനെ ഫുഡ് കഴിപ്പിച്ച് തുടങ്ങണം. മീൻ കറിയിൽ നിന്ന് അവന് ശ്രദ്ധ കുറച്ച് നമ്മൾ മറ്റുള്ള ഫുഡിലേക്ക് മാറ്റി കൊടുക്കട്ടെ. എന്താ വെച്ചാൽ അവന് സ്കൂൾ തുറന്ന മീൻ കറി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതാണെങ്കിൽ അവന് ചമ്മന്തി ഒന്നും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ടേസ്റ്റുകളും അവനെ അങ്ങനെ പറഞ്ഞ് നമ്മൾ കഴിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ സ്കൂൾ തുറന്നാൽ എന്ത് കറിയാണ് അവന് കൊടുത്തേക്കുക എന്നുള്ള കൺഫ്യൂഷനാവും. അപ്പോൾ ചമ്മന്തിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമായില്ലോ കൊടുത്തേക്ക്. ഇപ്പോൾ പയറുപ്പേരി കഴിക്കാത്ത ഒരാൾ കഴിച്ചു തുടങ്ങി. അങ്ങനെ ഓരോന്ന് ശീലിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ചമ്മന്തിക്ക് പുളി, ചുവന്നുള്ളി, കറിവേപ്പില, ഉപ്പൊക്കെ ഇട്ടു ഇതേ മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് പേസ്റ്റ് പോലെയല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ചെയ്തിട്ടാണ്. ഇതിനകത്ത് പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതൊരു പാത്രത്തിലാക്കി വെച്ചു. അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ മീൻകാരൻ വന്നു, മീനൊക്കെ മേടിച്ച് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നേട്ടൻ പറഞ്ഞു നോക്കി ഇനി രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് മീൻ നന്നാക്കാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കെ എന്നുണ്ടായിരുന്നു. ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ.
നമ്മുടെ കുണുക്കുമ്പോൾ ഒരു കഷ്ണം പെട്ട് കുണിക്കുമ്പോൾക്ക് ഒരു മുക്ക വശം കഷ്ണം പെട്ടിട്ട് അതിൻ്റെ വശം ഞാനാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ അത്രമാത്രം കഴിക്കണുള്ളൂ. ഞാൻ ഒരു പുട്ടിൻ്റെ പകുതി പോലും കഴിക്കണില്ല. ഒരു വശം കുറച്ച് പയർ കറി കൂടുതൽ ഒഴിച്ചിട്ട് കഴിക്കാട്ടോ. എന്താ വെച്ചാൽ ഡയറ്റും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഇനി കുണുക്കൽ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡയറ്റും നല്ല രീതിക്ക് കൊണ്ടുപോകും. അപ്പോൾ ഉണ്ണികളൊക്കെ ഉള്ള കാരണം അവർക്കുള്ള ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊന്നൊരു ഇതാവണില്ല. അപ്പോൾ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറന്നിട്ട് കറക്റ്റ് നിലയ്ക്ക് പോവാം. പക്ഷേ ഇപ്പം ഞാൻ ഫുഡ് വളരെ കുറവാണ് കേട്ടോ. വളരെ കുറവ് വെച്ചാൽ വളരെ കുറവ്. ഇപ്പോൾ കുണിക്ക് കൊടുത്ത പുട്ടുണ്ടെന്ന് ഒരു കാവശ്യം പുട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചത്. പിന്നെ 2 ദിവസം മുന്നേ കൂർക്ക മേടിച്ചാൽ കേട്ടോ. അതിന് കുറച്ച് അല്ലാതെ വാടിപ്പോയി. കുറച്ച് കൂർക്ക തൊലി കളഞ്ഞ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ചുവന്നുള്ളി വെളുത്തുള്ളി ഇട്ട് കുത്തിയ മുളക് ഇട്ടു. അപ്പം കൂർക്കുപ്പേരി ഉണ്ടാക്കുമ്പോൾ ഞാൻ കടുക് ഇട്ടു കേട്ടോ. ഞാനല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ കടുക് ഇട്ടിട്ടാണ് കാച്ചുക. അങ്ങനെ എനിക്ക് കൂർക്കുപ്പേരിൽ ആ കടുകിൻ്റെ സ്മെല്ല് വരുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ കുത്തിയ മുളക് ഇട്ടു, പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ടു. അങ്ങനെ നമ്മുടെ കൂർക്കുപ്പേരി സെറ്റ്. എനിക്ക് ഈ മെഴുക്ക് പുരട്ടി വെക്കില്ല, ഇങ്ങനെ പച്ചമുളകും കടുക് മാത്രം ഇട്ടാൽ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ മുളകും പൊടിയിൽ ഇങ്ങനെ കാച്ചി കൊട്ടണ ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഉപ്പേരിയാണെന്ന് പറയും. ഉപ്പേരി എന്നാണ് തൃശ്ശൂർക്കാർ പറയാം കേട്ടോ. അതിനോടാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അത് വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ ഉണ്ടാകും മുളകൊക്കെ ആ കൂർക്കയിലാണ്ട് പെരണ്ട് വന്നപ്പോൾ അത് മാത്രം മതിയിട്ട് ചോറ് വേറെ ശരിക്കും വേറെ കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആ മസാലകൾ കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നൊക്കെ ഇങ്ങനെ തുടച്ചിങ്ങനെ ആ കയ്യിലോട് ഇങ്ങനെ എടുക്കാണ്ട്. എന്താ വെച്ചാൽ ആ മസാല ഉണ്ടെങ്കിൽ ചോറിന് നമ്മൾ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ട് എല്ലാം പണി വെച്ചാൽ അടിച്ചോട് കഴിഞ്ഞു, തിരുമ്പിൽ കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി പെണ്ണികളെ കുളിപ്പിക്കാൻ ഞങ്ങൾ കുളിക്കാൻ അത് മാത്രമല്ല. അതിൻ്റെ ഇടയിൽ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റിയിട്ട് മീൻ മേടിച്ചു. ഇന്നലെ മിഞ്ഞാന്ന് ഇത് മേടിച്ചപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമായിട്ടാ. അയലക്കണ്ണി അയലച്ചൂര് അങ്ങനെ എന്തോ വേണം പറയട്ടോ. അപ്പം ഇത് നന്നാക്കി മസാലയൊക്കെ പറ്റി വെച്ചിട്ട് ഞാൻ പോയത് അടിച്ചുടയ്ക്കാൻ. അതിനായിട്ട് അടിച്ചുടച്ച സ്ഥലമാണ്. പക്ഷേ കുണുക്കൻ ചായ കുടിക്കുമ്പോൾ കുണുക്കൻ്റെ ചായ പോയി. പിന്നെ ഈ മഴ പെയ്തതിന് ചെറിയ ചെറിയ പ്രാണികളില്ല നിറച്ച് വന്നിട്ട് വീട് നിറച്ച് അതിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ച് ഒന്ന് തുടച്ചു, ഒന്നുകൂടി തുടച്ചിട്ടു കേട്ടോ. ഈ മീനോട് വറുത്ത് കഴിഞ്ഞാൽ ഏകദേശം പണികളൊക്കെ നമ്മുടെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞ് ആ മീനോട് വറുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് 2 അടക്കളയും ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞു, അടിച്ചോടെ കഴിഞ്ഞു, തിരുമ്പൽ കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിൽ കുണിക്കിന് കുളിപ്പിച്ച് വിട്ടു. അങ്ങനെ ഏകദേശം 3/4 വശം പണികളും ഞങ്ങളുടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കാര്യം ഞാനും എൻ്റെ മാത്രമാണെങ്കിലും ഞങ്ങളുടെ പണികളൊക്കെ രാവിലെ നേരത്തോടുകൂടി കഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ധന്യേട്ടന് കഴിക്കാനുള്ള ചോറാണ് വെച്ചാൽ അനിയേട്ടന് മാത്രമല്ല കേട്ടോ. എന്താ വെച്ചാൽ ഉണ്ണിയോൾക്ക് കുറച്ച് നേരത്തെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഊണ് കഴിക്കണത് ജസ്റ്റ് അവർ വന്നിട്ട് വായ കാണിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ ചോറ് ഇട്ടുന്നത്. അങ്ങനെ അനിയേട്ടന് കുറച്ച് ചോറിട്ടു, കുറച്ച് ചെമ്മീൻ ചമ്മന്തി ഇട്ടു. അടിപൊളി ചെമ്മീൻ ചമ്മന്തി കേട്ടോ. ആ ചെമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണം കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ഊണ് കഴിക്കാം കേട്ടോ. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മളിത് അടുത്തത് രാവിലെ ഉണ്ടാക്കി ചെറുപ്പയറില്ലേ, അത് ചോറിലേക്ക് ഒരു ഉണക്കലും കൂടി ഉണ്ടെങ്കിൽ ചോറിന് നല്ല ടേസ്റ്റ് ആവും അല്ലേ? അല്ലേ? ആ ഒരു കറിക്ക് ഉണക്കലുണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി പരീക്ഷിക്കുകയാണ്. കൊടുക്കലും സ്കൂൾ തുറക്കുമ്പോഴേക്കും എല്ലാം കറികളും കൂട്ടി ശീലിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ. പിന്നെ ഇത് നമ്മൾ കുറച്ച് എന്താ പറയുക, പിന്നെ നമ്മളിത് കുറച്ച് കൂർക്കപ്പേരി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ 2 മീൻ വറുത്തത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ എന്തായാലും കുണിക്കാനും ഊണ് കഴിക്കുമ്പോൾ ഒരുമിച്ച് കൂടുന്നുള്ളത് ഉറപ്പാണ്. എന്താ വെച്ചാൽ എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവരെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തു. പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാതിരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് എലിശ്ശേരിയാണ് കേട്ടോ. കുറച്ച് എലിശ്ശേരി എങ്ങനെ ഉണ്ടായിരുന്നു? മത്തങ്ങയും പയറും നല്ല സൂപ്പറായിരുന്നു. നല്ല ഇന്നത്തെ എല്ലാം വിഭവം സൂപ്പറാണ്. അതെ, ചെമ്മീൻ ചമ്മന്തി, മത്തങ്ങയും പയറും, കൂർക്ക നല്ല കൂർക്കയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഉപ്പേരി വെച്ചപ്പോൾ. പിന്നെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കടുമാങ്ങ അച്ചാർ. പക്ഷേ ഈ കടുമാങ്ങ പോരാ, വലുതിൻ്റെ അല്ല, ടേസ്റ്റിനൊരു വ്യത്യാസമുണ്ട്. ഒന്നുകൊണ്ട് നല്ല കടുമാങ്ങ കിട്ടണോ. ഇത് നമ്മുടെ കുണിക്കുമ്പോൾ കുറച്ച് നേരത്തെ ബാക്കി വെച്ച ചോറാട്ടോ. അപ്പം നമ്മൾ അത് കളയണ്ട, അതിൽ ഞാൻ കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ കുണുക്കൻ്റെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് ചെമ്മീൻ ചമ്മന്തി ഉണ്ടായത് ബാക്കി അത് കൊടുത്തു വിട്ടാൽ. കുണുക്കിൻ്റെ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ അതിലേക്ക് തന്നെ ഇട്ടു. പിന്നെ
അന്വേട്ടേന്ന് കുണിക്ക് വരുന്ന അറിയിച്ച് കൊണ്ടുവരില്ല, അല്ലെങ്കിൽ അന്വേട്ടനെ കണ്ടിടാൻ ഫുള്ള് ചോറ് അന്വേട്ടനെ കഴിച്ച് വെച്ചിട്ട് ഇല്ല കുണിക്ക് ഞാനത് അങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് 2 വായ കൊടുത്താൽ കഴിക്കും. അതാ ഞങ്ങൾ ഊണ് കഴിക്കണത് അവരുടെ കഴിക്കൽ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് സമയമാണെങ്കിൽ അവർ നമ്മുടെ കൂടെ കഴിക്കുന്ന ഉറപ്പാണ്. അതാണ് അവർ കൂടിയിട്ട് എടുത്തിട്ടാ. പിന്നെ ഞാൻ അതേ ചെമ്മീൻ ചമ്മന്തിയും നല്ല പുളിയില്ലാത്ത തൈരും, പിന്നെ ഞാൻ ഞാൻ എടുക്കാൻ വന്നത് വേറെ ഒന്നും കേട്ടാ കൂർക്കുപ്പേരിയ കണ്ട ഇച്ചിരി രസമായത്. ആ കൂർക്കുപ്പേരി തൈരും കൂട്ടി ചോറിന ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അടിപൊളിയായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ അനേട്ടാ എൻ്റെ ശ്രദ്ധ കളയുന്നുണ്ടോ എന്നുള്ള സംശയം. എന്താ മനുഷ്യ തല്ലുണ്ടാക്കൽ കഴിഞ്ഞപ്പോൾ സ്നേഹമായി. അല്ല ഞാൻ ഉണ്ടാക്കിയ ഇല മുറിച്ചു കൊടുത്തിട്ടുണ്ട്, ഇല ചീന്തി കൊടുത്തിട്ടുണ്ട്. എന്താ വേണം? നാളികേരം. ഓക്കെ. ശർക്കരയാണോ പഞ്ചസാര? ശർക്കര ഇല്ല ഇവിടെ, പഞ്ചസാര ഒരച്ചുണ്ട്. ആ ഒരു അച്ചാണ് കേട്ടോ നമ്മൾ നെല്ലിശ്ശേരിക്ക് ഇട്ടത്. ആ ഒരു അച്ച് ശർക്കര ഉണ്ടായിരുന്നു, അടുത്ത് നെല്ലിശ്ശേരിക്ക് ഇട്ടു. അങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഒരാളുടെ ചുട്ടെടുക്കാം. ഒരെണ്ണം മതി നമുക്ക് മാത്രം. പഞ്ചസാര വേണ്ട, നാളികേരം ഇല്ലാണ്ട് പഞ്ചസാര ഇല്ലാണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ചോറൊക്കെ കുറേ ഉണ്ണാനൊക്കെ ഒരു ആഗ്രഹമൊക്കെ തോന്നി ഈ കറികളൊക്കെ കൂട്ടിയിട്ട്. പക്ഷേ നമ്മുടെ ലിമിറ്റ് ഉണ്ടല്ലോ നമ്മുടെ തടി കൂടാൻ. ആ കാരണം ഞാൻ കുറേ തൈരും കുറേ ചെറുപ്പയറും കുറേ ഉപ്പേരിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ കൂടി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നല്ലോ ഇന്നത്തെ ഉച്ചോണം, സൂപ്പറായിട്ട്. അപ്പോൾ അങ്ങനെ ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയും പിന്നെ ചെറുപ്പയർ കറിയുടെ റെസിപ്പിയും ഒക്കെ ഒന്നും ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാത്തവർ വേറെ പല നാട്ടിലും പല തരത്തിലാണ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അങ്ങനെ നമ്മൾ ഉച്ച തിരിഞ്ഞ സമയത്ത് നമ്മൾ 3 കിവി ഫ്രിഡ്ജിൽ ഇരുന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്നൊന്ന് തൊലിയൊക്കെ ചെത്തി കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം ഇതുപോലെ മുന്നേ മേടിച്ചപ്പോൾ ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം മേടിച്ചത് ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. അടിപൊളി കിവി ആയിരുന്നു, ഭയങ്കര ടേസ്റ്റിലായിരുന്നു. എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ തന്നെ മേടിക്കാറുണ്ട്, കഴിക്കാറുണ്ട്. ഇത് നമുക്കൊരു ഗിഫ്റ്റ് ചെയ്യാൻ കിട്ടിയ ഇതാണ് കേട്ടോ. നമ്മളിത് മേടിക്കുക എന്താ വെച്ചാൽ എപ്പോൾ മേടിക്കാൻ പോയാലും ഭയങ്കര റേറ്റാണ്. കിവിക്കൊക്കെ ഭയങ്കര റേറ്റ്. അങ്ങനെ ഞങ്ങൾ മേടിക്കാറില്ല. ഒരിക്കൽ കുണുക്കിന് ഒരു ആഗ്രഹം തോന്നിയിട്ടാണ് മേടിച്ചിട്ടുണ്ട്. അല്ലാണ്ട് അങ്ങനെ നമ്മൾ മേടിക്കുന്ന ഒരു ഫ്രൂട്ടൊന്നും അല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കുട്ടി പട്ടാളങ്ങളത്തിനൊക്കെ ടി വി കാണോടെന്ന് പറഞ്ഞു വായു അമ്മ കിവി മുറിച്ച് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും കൂടി കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ 4 കൂടിയിട്ട് ഉള്ളത് കൊണ്ട് ഓണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും കൂടി കഴിച്ചിട്ട്. അപ്പോൾ എൻ്റെ മുടി ഉറക്കത്തുനിന്ന് എണിച്ച് പോയിക്കുന്ന രൂപത്തിലാണ് കേട്ടോ മുടിക്കുന്നത്. ഞാൻ അതുവരെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയായിരുന്നു. എഡിറ്റ് ചെയ്ത് പകുതി എഡിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കി വീഡിയോ എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഈ നേരമൊക്കെ ആയപ്പോൾ വിശന്നോട്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ നേരത്തെ ചോറുണ്ടുണ്ട്. പിന്നെ ചോറ് ആകെ കുറച്ചല്ലേ കഴിച്ചല്ലോ. അന്വേട്ടനും കുറച്ച് കഴിച്ചല്ലോ. എന്താ വെച്ചാൽ ഉണ്ണിയോൾക്ക് ഉരുട്ടി കൊടുത്തപ്പോൾ അന്വേട്ടനും കുറച്ച് കഴിച്ചല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, 4 മണിക്ക് നമുക്ക് എല്ലാം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഫുഡായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു 4 മണി നേരത്തെ ഒരു ഗോതമ്പട കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് അത് ഉണ്ടാക്കിയില്ല. നമ്മൾ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആയിട്ട് മറന്നെടുക്കായിരുന്നു അല്ലേ. അപ്പം ഞാൻ കുണുക്കനോട് പറഞ്ഞു. ഇവർ അപ്പം തന്നെ വീണ്ടും ചോറിട്ടു. ഒരു 5-5:30 ആകുമ്പോൾ അഞ്ഞിട്ട് വീണ്ടും ഉരുട്ടി കൊടുത്തിട്ട്. അപ്പോൾ ഇവരുടെ വയറൊക്കെ മരുന്ന്. അപ്പോൾ ഇവർക്ക് വേണ്ടി വരില്ല എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചോദിച്ചപ്പോൾ കുണിക്കിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ഇത് അന്വേഷണമുള്ള പൂവാട ഏട്ട തുണിച്ചു വിടുന്നത്. പൂവാട എന്ന് പറഞ്ഞാൽ മധുര ഇടാത്ത. അങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയൊക്കെ പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അട. ഇടയ്ക്ക് ഈ ഗോതമ്പട ഏറ്റവും ഇഷ്ടം കേട്ടോ. ഏറ്റവും ഇഷ്ടമുള്ള അടാന്ന് വെച്ചാൽ ഗോതമ്പട. അരിയടയേക്കാളും കൂടുതൽ ഇഷ്ടം ഗോതമ്പടയാണ്. അതും നല്ല കനം കുറച്ചിട്ട് വേണം കേട്ടോ പരത്തി. നല്ല കട്ടിയുള്ള അട. സ്വതവേ അരിയട ആയാലും എന്ത് അടയാലും കട്ടിയുള്ളത് എനിക്കിഷ്ടമില്ല. നല്ല കനം കുറച്ചിട്ടുള്ള അടയാണ്. അപ്പോൾ നമ്മൾ ആ മാവ് നന്നായി അമർത്തി കുഴച്ച് അതിങ്ങനെ കനം കുറച്ച് പരത്തിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്ക് അപ്പുറത്ത് ഒരു കപ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കയ്യായിരൊന്ന് മുക്കും. അങ്ങനെ പരത്തി കൊടുക്കണം. തന്നെ നല്ല കനം കുറച്ച് പരത്തിയിട്ട് നമ്മൾ നാളികേരം നല്ല ജീരകം കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ എനിക്ക് അത് അന്വേഷണമുള്ളതായ കാരണം നമ്മൾ മധുരവും കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ എനിക്കും കുണിക്കിക്ക് കൂടിയിട്ട് ഒരു അട കൊണ്ട് ഞങ്ങൾ 3 ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് മുഴുവൻ ചിലവാകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ സത്യത്തിൽ. പക്ഷേ ചിലവായത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. അത്രയും പെട്ടെന്ന് അട കൊടുന്നതേ കണ്ടുള്ളൂ. പിന്നെ പെട്ടെന്ന് ചിലവായിട്ടാണ്. അങ്ങനെ നമ്മളിത് ഇള്ളേന്ന് വലിയൊരു ഇലയൊക്കെ എടുത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അതിൽ മധുരം കൂട്ടിയപ്പോഴാണ് കുണിക്കിക്ക് ഭയങ്കര ഇഷ്ടമായത്. അനിയൻ്റെ അവിടെ മധുരം ഇല്ലാത്തത്. കുണക്കിന് 2 ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ നല്ല നാളികേരമാണെങ്കിൽ
ഭയങ്കര ടേസ്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഇത് ഞങ്ങൾക്കുള്ള അടയായിട്ട് ഞങ്ങൾ പരത്തുന്നത് കണ്ട. ആ വെള്ളത്തിൽ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് ഇങ്ങനെ പരത്താണ്ട് നല്ല കനം കുറച്ചിട്ട് നമുക്ക് ഇഷ്ടത്തിന് തന്നെ പരുത്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഗോതമ്പട ഉണ്ടല്ലോ, പുഴുങ്ങിനേക്കാളും ടേസ്റ്റ് ചുടണതാണ് കേട്ടോ. അരിയട പുഴുങ്ങണതാണ് ടേസ്റ്റ്. ഗോതമ്പട ചുട്ടെടുക്കണത് രസമായിട്ട്. അപ്പോൾ നമ്മൾ പഴയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് അട ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ അധികം മുരിയ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കട്ടെ. മുരിയണമെന്നുണ്ടെങ്കിൽ വെള്ളം തെളിക്കാണ്ട് ചെറിയ ചീലിട്ടിട്ട് വേവിച്ചെടുക്കും. ഞാൻ ഇലയുടെ മുകളിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കും. അപ്പോൾ അധികം ഇല കരിയാണ്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ അട ചുട്ടിട്ട് കണ്ട. നമ്മൾ അട ഇരിക്കണമെങ്കിൽ ഇതാണ് എൻ്റെ അട ഒരു വശം വെന്ത് കഴിഞ്ഞു, അടുത്ത വശം വേവിക്കാട്ടിരിക്കണം. പിന്നെ ഞങ്ങളുടെ അട ഒരു വശം ഇങ്ങനെ വേവിക്കാട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പുറത്ത് അനുവേട്ട ചായ വെക്കുന്നുണ്ട് കേട്ടോ. ചായ അനുവേട്ട വെച്ചു, അട ഞാൻ ഉണ്ടാക്കിയിട്ടാ. അങ്ങനെ ഇത് ഞങ്ങൾ ചായ കുടിക്കുന്നേക്കാൾ മുന്നേ സമയം ഒരു 6 മണിയൊക്കെ ആവാറായിട്ട് 5:45 സമയമൊക്കെ ആയിട്ട്. അപ്പോൾ അനുവേട്ടൻ കുളിക്കാൻ പോയി, ചായ വെച്ചിട്ട് അനുവേട്ടൻ കുളിക്കാൻ പോയി. അനുവേട്ടൻ കുളിച്ച് വന്നതിൻ്റെ പിന്നിൽ ഞാനും പോയി ഒന്ന് കുളിച്ചിട്ട് എന്താ വെച്ചാൽ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കുളിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ വെച്ചിട്ട് പോവാണ് കേട്ടോ. കുളി കഴിഞ്ഞിട്ടൊക്കെ വന്ന് ചായ കുടിക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ അട പക്ഷേ ഇല എന്ത് കൂമ്പല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഇല കരിയും. എന്താ വെച്ചാൽ കനകുറയില്ല, മൂത്തിട്ടില്ലല്ലോ ഇല. അങ്ങനെ നമ്മൾ ഒരു വശമൊക്കെ വെന്തു അടുത്ത വശം ഇങ്ങനെ മറിച്ചിട്ടു. പക്ഷെ ഞാൻ ആ മണക്കളി ആ അട ചുട്ട് ഇങ്ങനെ ആ ഇല കരിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്മെല്ലില്ല. അട ചുടുമ്പോൾ ഭയങ്കര മണമായിരിക്കും. എൻ്റെ അമ്മ മൺകലല്ലേ, വലിയ കലം, അതിലാണ് ഇങ്ങനെ ചുടുക. അത് അടുപ്പത്ത് അത് വേറെ മണം, വേറെ ടേസ്റ്റ് ആയിരിക്കും അതിനൊക്കെ. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു അടുപ്പൊക്കെ പണിയണ കഴിച്ചു. പക്ഷെ നടന്നില്ല. ഇനി എന്തെങ്കിലും കാലത്ത് തന്നെ പുറത്തൊക്കെ പണിയണ കാശുണ്ടാകുമ്പോൾ അതൊക്കെ ഉണ്ടാവണ കാലത്ത്. അങ്ങനെ നമ്മൾ മേലൊക്കെ കുളിച്ച് വന്നു. അനുവേട്ടൻ കുളി കഴിഞ്ഞു, ഞാൻ കുളിച്ച് വന്നു. കുഞ്ഞോട് ടി വി കാണായിരുന്നു കേട്ടോ. കൊച്ചുവിൻ്റെയും പ്രവീണിൻ്റെ ഒക്കെ. കൊച്ചു പ്രവീൺ, അവരുടെ പേര് കറക്റ്റാല്. കൊച്ചും പ്രണവും പ്രവീണും അവർക്ക് അറിയാട്ടോ. അപ്പോൾ അവർ വീഡിയോ ഒക്കെ ഇരുന്നാണ്. അപ്പോൾ ഞാൻ വിളക്ക് വയ്ക്കണം നേരെയപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് സ്റ്റെക്ക് ചെയ്യാം, നമുക്ക് വിളക്ക് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് വീട് സ്റ്റെക്കാക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരോടും വിളക്ക് വയ്ക്കാൻ വേണ്ടി വന്നൊക്കെ കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മുടെ ജോലികളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ കൃത്യത്തിൽ ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെ പണി നമ്മളല്ലേ ചെയ്യാനുള്ളത് വെച്ചിട്ട് രാവിലെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്നില്ല മണിക്കൂർ എല്ലാ മണിക്കൂർ 1/2 മണിക്കൂർ വേണ്ടു. പക്ഷെ നമുക്ക് ഈ വീഡിയോ എടുക്കണ കാരണം ആണ്. അല്ലെങ്കിൽ വീട്ടിലത്തെ എല്ലാ പണി കൂട്ടിയിട്ട് 2 മണിക്കൂറിന് എല്ലാ പണിയും കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കും. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കണ കാരണം നമുക്ക് 1 മണിക്കൂറത്തെ പണി 4 മണിക്കൂറായിട്ട് നമുക്ക് തോന്നും. വീഡിയോ എടുത്തിട്ട് വേണം നമുക്ക് വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു. ആ ലൈറ്റൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം ഇന്നാൾ ആരോ കമൻറ്റ് ചെയ്തു, മോളെ കണ്ടിട്ടാണോ അമ്മച്ചീനെ? അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പോഴാണ് ഒരു സാമി റൂം ഇവിടെ പണം കിട്ടിയത്. മുകളിലാകുമ്പോൾ നമ്മൾ കോണി കയറി ചെല്ലുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ സാമി. അപ്പോൾ നമ്മുടെ തല മുട്ടെന്ന് വെച്ചിട്ട് ഹൈറ്റിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എത്തില്ല, വിളക്ക് വയ്ക്കാനോ കാര്യങ്ങൾക്ക് എത്തില്ല. അപ്പോൾ അന്വേഷണം വന്നിട്ട് സ്ഥിരം വിളക്ക് വെച്ച് എന്താ ഇവിടെ എനിക്ക് പറ്റാത്ത സമയത്തൊക്കെ അന്വേഷണം വയ്ക്കും, അല്ലാത്ത സമയത്ത് ഞാൻ വയ്ക്കട്ടെ. ഞാൻ രണ്ടാളും ആർക്കാണ് ഒഴിവെന്ന് വെച്ചാൽ എന്നും ഞാനല്ല വിളക്ക് വയ്ക്കുക. എനിക്ക് വയ്ക്കാൻ പറ്റുന്ന സമയത്ത് ഞാൻ വയ്ക്കും, അന്വേഷണം വയ്ക്കാൻ പറ്റുന്ന സമയത്ത് അന്വേഷണം വയ്ക്കും. പിന്നെ നമ്മൾ ആദ്യം കത്തിച്ചു കൊണ്ടുപോയത് അടുക്കളയിലേക്കുള്ളതാണ്. പിന്നെ ഇപ്പോൾ അന്വേഷണം കത്തിച്ചു കൊണ്ടുപോയത് സിറ്റ് ഔട്ടിലേക്കുള്ളതാണ് കേട്ടോ. നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ചന്ദനത്തിരി കത്തിച്ചേക്കും. ജസ്റ്റ് സന്ധ്യ നേരമാകുമ്പോൾ വീടിനൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആവും അല്ലേ. അല്ല, വീട് വിളക്ക് ഐശ്വര്യം സമാധാനം. മനസ്സ് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീടിൻ്റെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായിട്ട്. ആദ്യം നമുക്ക് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ പേടിയായിരുന്നു, വീടിരിക്കൂ അല്ലേ. ആ വീട് എന്താ വെച്ചാൽ കുറേ വർഷം പഴക്കമുള്ളതിനും എനിക്ക് ഇളർപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതിനും അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മഴക്കാലം മഴ പെയ്യുന്നുണ്ട്. മോട്ടർ ഇട്ടല്ലോ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലുണ്ടോ ഒരു ഭസ്മത്തിൻ്റെ തട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളതൊക്കെ ഭസ്മം തൊട്ട് കുണുക്കനെ കുണിക്ക് ആദ്യം തന്നെ തൊട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് എനിക്ക് തൊട്ടുന്നു. പിന്നെ അതേ കുണുക്കനെ കുണിക്കുകയാണ് സ്റ്റീൽ കപ്പിലെ ചായ പഞ്ചസാര ഇട്ടത്. ഇതിൽ മധുരം ഇടാത്ത ചായയാണ് ഗ്ലാസ്സിലുള്ളത്. അത് ഞാനും അതിനോട് ഷെയർ ചെയ്ത് കുടിക്കും കേട്ടോ. അപ്പോൾ നീ കണ്ട നമ്മുടെ അടുക്കളയിലും ഞാൻ സന്ധ്യയാകുമ്പോൾ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, അതിനൊരു ചന്ദനത്തിരി അല്ലാത്തൊരു ഇതിൽ കത്തിച്ച് വയ്ക്കുന്നത്, അതിങ്ങനെ കത്തിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അടുക്കളയിലായാലും ഒരു പോസിറ്റീവായിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളും എല്ലാം അല്ലേ, അതൊരു പ്രത്യേകത കേട്ടോ തോന്നുന്നുണ്ടോ?
എനിക്ക് ഭയങ്കര തൃപ്തിയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലൊരു സമാധാനം ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഉണ്ട് മനസ്സമാധാനത്തിൻ്റെ നമ്മുടെ വീടിൻ്റെ ഒരു മണം ഒന്ന് വരും. കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സന്ധ്യത്ത് വരുമ്പോൾ രസമാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അവർ വീഡിയോ കാണുന്നുണ്ട്. ഞാൻ ചായയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വീഡിയോ കാണാനൊക്കെയുണ്ട്. അപ്പോൾ ഞാനും വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സിറ്റ് ഔട്ടിൽ നിന്നിട്ടാണ് ചായ കുടിക്കാറ്. പക്ഷേ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആക്കാനും ഈ ചെറിയ പ്രാണികളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ ചായയിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ തന്നെ ഇന്നലെ മഴ പെയ്തതിൻ്റെ ഈ ഞാമ്പാറ്റാന്ന് പറയുന്നത് നിറയെ പാറ്റായിരുന്നു രാവിലെ. അടിച്ചു തുടച്ചിട്ട് മൊത്തം വീണ്ടും എത്ര തവണ അടിച്ചു. അടിച്ചു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മണ്ണിൻ്റെ പൊത്തുനിങ്കിലും വരും ആ സാധനം. അങ്ങനെ ഒന്ന് കുറേ അടുക്കള വീട് മൊത്തമായിട്ട് അടിച്ചടിച്ച് വന്നിട്ട് പിന്നെ സിറ്റ് ഔട്ട് വന്ന് നോക്കുമ്പോൾ നിറച്ച് അതിൻ്റെ ചിറകും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് സിറ്റ് ഔട്ടിലുള്ള എല്ലാവരും ടി വി കണ്ടുകൊണ്ടായിട്ട് ഞാൻ ചായ കുടിക്കുന്നത്. പക്ഷേ എനിക്ക് അറ്റത്തിരിക്കുമ്പോഴേ ഒരു ബന്ധമില്ലാത്ത ഒരു ഫീൽ ചെയ്തിട്ട് അപ്പോൾ ഞാനിവിടെ അതിന് അനിയൻ്റെ കാലിൻ്റെ അവിടെ ഇരുന്നിട്ട് അപ്പം ഒരു സമാധാനം. അങ്ങനെ നമുക്ക് ആട്ടെടുത്ത് കഴിക്കാൻ എളുപ്പം അറ്റത്താകുമ്പോഴേക്ക് കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞാൽ ഇത്രയും പോളിങ് ഉണ്ടാവും വിചാരിച്ചില്ല. ഇവന്മാരൊന്നും അട തിന്നാത്തവന്മാർ അവരോട് വേണ്ട വെച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടാ. കേട്ടില്ലല്ലോ, ഇപ്പൊ കേട്ടില്ല. കുണിക്ക് വേണ്ടതല്ലേ പറഞ്ഞു. ആ കുണിക്കിടെ വായ നോക്ക്, ഹനുമാന്റെ അതി പിടിച്ചിട്ട് വായെന്ന് അറിയാണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അടിപൊളി അടയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഉന്നോട് കഴിക്കില്ല വെച്ചിട്ട് അങ്ങേണ്ട തന്നെ എനിക്ക് തന്നെ ഉണ്ടാക്കിയുള്ളൂ. പക്ഷെ അവര് ഭയങ്കര പോളിങ് ആയിരുന്നു. ഭയങ്കര സോഫ്റ്റ് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു. ഉണക്ക് ഇവിടെ കളഞ്ഞതൊക്കെ പറക്കടാ. പറക്കടാ. നമ്മുടെ വീട് മുഷിക്കാണ്ട് നോക്കട്ടെ നമ്മളാണ്. ഇനി ആരെന്നുണ്ട് ഇതാ നമ്മളെ നാളികേരം. ഇതാ രണ്ട് കപ്പിൾസ് മറ്റു തട്ടാൻ കേട്ടോ. ഒരു വായ നിന്നോ മദറിന് കഴിഞ്ഞില്ലേ? രണ്ടരല്ല ഉണ്ടാക്കിയോളൂ. ഇത് വിളിക്കേ ഇങ്ങനൊരു അമ്മാതിരിയാണ്. അപ്പൊ അടുത്ത കാലത്തൊന്നും തിന്നില്ല. അത്രയും കുറവുണ്ടാക്കിയാൽ നല്ല ചെലവാവൂലേ. നല്ല പൊടി കിട്ടിയാണ്. നല്ല പൊടി, നല്ല സോഫ്റ്റ് പൊടി. ഇത് രസമാട്ടോ തിന്നെ. മധുരമില്ലാത്ത അടക്കം തിന്നെ ഭയങ്കര ടേസ്റ്റ്. അത് അട തിന്ന കാരണം വളരെ കൊച്ചുവിന്റെ ചേട്ടന്റെ വീഡിയോ ഒരാള് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഇവിടത്തെ കുട്ടിപ്പട്ടാളങ്ങള് 24 മണിക്കൂർ ഇതന്നെ ഒരു പരിപാടി. കൊച്ചു അന്വേട്ടൻ ആരുടെ ഇല്ല കേട്ടോ. ഒരാളിനും ചാനൽ അങ്ങനെ കാണില്ല വീട്ടിലെ പഴയ കഴിഞ്ഞപ്പോൾ ഫോൺ യൂസ് ചെയ്യാത്ത ഒരാള് കൊച്ചിൻ്റെ അവര് ഇത് വീഡിയോ ഇവര് കൂടെ ഇരുന്ന് കണ്ടവരും അവര് വീഡിയോ കാണുന്ന നല്ല രസമല്ലേന്ന് പറയും. അന്വേഷണം ഇഷ്ടമാട്ടോ അവര് വീഡിയോ കാണാൻ. പക്ഷെ അവരെല്ലാരും കൂടെ ഒരുമിച്ചുള്ളപ്പോഴാണ് കേട്ടോ ഒന്നുകൂടി രസം. അഭിപ്രായങ്ങൾ പറയാ ഒന്നിച്ചുള്ളപ്പോഴാണ്. അറിയാണ്ട് വായ തുറന്നു പോയത് കൊണ്ട് വന്നു നമ്മൾ വേണമെങ്കിൽ രണ്ടു കഴിക്കാൻ കിട്ടിയില്ല. കൊച്ചുവിന്റെ വീഡിയോ ഇത് ചിരിച്ചോണ്ടിരിക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടിപൊളി ഗോതമ്പട കഴിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രാത്രിക്ക് എന്തെങ്കിലും ഫുഡ് വേണ്ടി വരുമോ? ഉറങ്ങിയാലും നമുക്ക് എല്ലാവരും ഇവിടെ ഉറങ്ങണത് ഇഷ്ടയില് കുടിക്കുക. മേശ തട്ടു. അപ്പൊ പോട്ടെ. ബൈ.